ഹലോ, ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് കറി കാച്ചിയതാണ്. അതിന് വേണ്ടിയിട്ട് 2 വലിയ തേങ്ങയുടെ പാലിൽ നിന്ന് രണ്ടാമത്തെ പാലെടുത്തിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണേണ്. അതിന് വേണ്ടിയുള്ള ഒന്നാമത്തെ പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പാലിലാണ് നമ്മൾ മറ്റുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണത്. അതിന് നമ്മളിത് ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് പാല് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാല് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് ചേർക്കണത് അരിപ്പൊടി കൊണ്ട് കുഴച്ച് ഉണ്ടാക്കിയ ഉണ്ടയാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് തയ്യാറാക്കിയത് നമ്മുടെ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി കൊണ്ടിട്ട് തന്നെയാണ്. അതിന് നമുക്ക് വേണ്ടത് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം തിളച്ചതിന് ശേഷം അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ഉണ്ട തയ്യാറാക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുഴഞ്ഞൊന്നും പോകില്ല. കാരണം നല്ലതുപോലെ വാട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് കുഴച്ച് ഉണ്ടയാക്കി എടുക്കുന്നത്. കാരണം ഇതിൽ നിന്നും ആ ഉണ്ട ഉടഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അത് അടി പിടിക്കുക. അരിപ്പൊടി ഇതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടിട്ട് അടി പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതും ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പൊടിയൊക്കെ ഒന്ന് നല്ലോണം ഉരുട്ടിയ പൊടിയൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ടാവും. വെന്തതിന് ശേഷം നമുക്ക് അടുത്തത് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് 4 ഏത്തപ്പഴമാണ്. അത് 4 ഏത്തപ്പഴം നെടുകെ പൊളന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതാണ്. അതും കൂടി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അധികം പഴുത്ത പഴവും ആവരുത്, തീരെ പച്ച പഴവും ആവരുത്. നമ്മൾക്ക് പെട്ടെന്ന് തൊലി ഒലിച്ച് കഴിക്കാൻ പാകത്തിലുള്ള ആ ഒരു പഴുപ്പാണ് അതിൽ വേണ്ടത്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അത് ഒരു കുക്കറിലേക്ക് 3 മിനിറ്റ് ഇട്ട് വേവിച്ചിട്ട് ആണിത് ഓഫ് ചെയ്ത് നമ്മളധികം വെന്ത് പോവാത്ത രീതിയിൽ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ട് കടിച്ച് തിന്നണ രീതിയിൽ വേണം അതിൻ്റെ പാകം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തന്നെ ഒന്ന് കുറുകി വരുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അതാദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇതിൽ നിന്ന് ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. കുറച്ച് പാലും കൂടി ഉള്ളത് ബാക്കിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും.
അങ്ങനെ ആ പാല് ബാക്കി ഉണ്ടായതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത്. ഞാനിതിൽ വലിയ സ്പൂണിലാണ് ഇട്ട് കാണിക്കുന്നത്. 1 കപ്പ് പഞ്ചസാര നിറച്ച് കൊടുത്തിട്ട് അതും ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. അത് 1 ടീസ്പൂണോളം ഇട്ടിട്ട് അതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടി കുറുകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് ഒന്ന് കുറുകിയിരിക്കുന്ന രീതിയിൽ വേണം ഈ കറി കാച്ചിയത് ഉണ്ടാവാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇരുന്ന് ഒന്ന് പതുക്കെ കുറുകി വന്നോളും തന്നെ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതിനകത്തേക്കുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് നെയ്യിലിട്ട് വറുത്തെടുക്കലാണ്. അത് വറുത്ത് അതും കൂടി നമുക്ക് കറി കാച്ചിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നേരം കൊണ്ട് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ പാകമാണ് ഇതിനകത്തേക്ക് വേണ്ടത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കാത്തവർ ഇതാണ് ഇതിൻ്റെ പാകം.